മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ വിയോഗത്തിൽ മുണ്ടക്കയത്ത് അനുശോചന സമ്മേളനം സംഘടിപ്പിച്ചു. വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, വ്യാപാരി പ്രതിനിധികൾ തുടങ്ങിയവർ അനുശോചന യോഗത്തിൽ സംസാരിച്ചു. 6 വർഷമായി കിടപ്പിലാകുമ്പോൾ യഥാർത്ഥത്തിൽ കുറെ ആളുകളെങ്കിലും VS-നെ മറന്നുപോകും, അല്ലെങ്കിൽ അങ്ങനെ കിടപ്പിലുള്ള ആളുകളെ മറന്നുപോകും. പക്ഷെ VS-നെ ആരും പറഞ്ഞിട്ടില്ല. VS-നെ കാണാത്തവർ, VS-നെ കേൾക്കാത്ത കുട്ടികൾ, VS 6 വർഷം മുമ്പ് കിടക്കുമ്പോൾ 10 വയസ്സുള്ള കുട്ടികൾക്ക് എങ്ങനെ VS-നെ അറിയാം. പക്ഷെ ഇപ്പോൾ അത് 16-17 വയസ്സായപ്പോൾ ആ കുട്ടികളും അതിന് താഴെ പ്രായക്കാരായ കുട്ടികളുമെല്ലാം VS-നെ കാണാൻ തിരുവനന്തപുരം മുതൽ കേരളം മുഴുവൻ കുട്ടികളും സ്ത്രീകളും എല്ലാം ഈ VS-ന്റെ ശവസംസ്കാരം വേളയിൽ അതിനു മുമ്പ് തിരുവനന്തപുരത്ത് നിന്ന് VS-ന്റെ വിലാപയാത്ര പോകുമ്പോൾ അവിടെ വെച്ച് തന്നെ ആയിരക്കണക്കിന് സ്ത്രീകളാണ് അനുഗമിച്ചത്. ആ വിലാപയാത്രയെ അനുഭവിച്ചത് ആയിരക്കണക്കിന് സ്ത്രീകളും കുട്ടികളും എല്ലാമാണ്. ഇങ്ങനെ ഒരു നേതാവ് യഥാർത്ഥത്തിൽ ഉണ്ടായത് നമുക്കെല്ലാം അഭിമാനകരമായ കാര്യമാണ്. അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും സമരനായകനായി. VS-നെ അറിയപ്പെടുന്നത് ഒരു പോരാളിയായിട്ടാണ്. മുഖ്യമന്ത്രിയോ പ്രതിപക്ഷ നേതാവോ പാർട്ടി നേതാവോ എന്നതിലുപരി VS-നെ അറിയപ്പെടുന്ന ഒരു പോരാളിയായിട്ടാണ്, സമരനായകനായിട്ടാണ്. അദ്ദേഹം കേരളത്തിലെ പാർട്ടിയെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നയിച്ച കാലത്തെല്ലാം ജനങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അവിടെയെല്ലാം അദ്ദേഹം ഓടിയെത്തും. ആ നാട്ടിലെ ജനങ്ങളുമായിട്ട് സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കും. അതിനുവേണ്ടിയുള്ള ശക്തമായ പോരാട്ടങ്ങൾ കേരള വ്യാപകമായി അദ്ദേഹം സംഘടിപ്പിച്ചു. നമുക്കറിയാമല്ലോ, അദ്ദേഹത്തിന് 82 വയസ്സ് പ്രായമുള്ളപ്പോഴാണ്, മുഖ്യമന്ത്രിയാകുന്നതിന് തൊട്ടു മുമ്പാണ് മതികെട്ടാൻ മലയിൽ പോയത്. ഇടുക്കി ജില്ലയിലെ മതികെട്ടാൻ മല എന്ന് പറഞ്ഞാൽ എത്രയോ ഉയരമുള്ള സ്ഥലമാണ്. അവിടെ പോലീസുകാർക്ക്, നല്ല ചെറുപ്പക്കാരായ പോലീസുകാർക്ക് പോലും നടന്നു കയറാൻ പറ്റാത്ത, അല്ലെ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്ക് നടന്ന് കയറാൻ പറ്റാത്ത സ്ഥലത്തിൽ VS നല്ല ഉശിരോടുകൂടി 82ാമത്തെ വയസ്സിൽ കയറിപ്പോയെന്ന് പറഞ്ഞ എത്രയോ അത്ഭുതകരമായ കാര്യമാണ്. KJ തോമസ്, K രാജേഷ്, PS സുരേന്ദ്രൻ, CV അനിൽകുമാർ, MG രാജു, PK പ്രദീപ്, KS രാജു, J കുര്യാക്കോസ്, അൻസാരി, സിജു കൈതമറ്റം, രേഖാദാസ്, അപ്പച്ചൻ കാരക്കാട്ടിൽ, രാജീവ് അലക്സാണ്ടർ, റഷീദ് താന്നിമൂട്ടിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു.